സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മഹാരാഷ്ട്രയിലുള്ള മത്തേരാനിലാണ്. നമ്മുടെ ഇവിടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇനി ലൂയിസ് പോയിൻ്റ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ തന്നെയുള്ള മത്തേരാൻ്റെ അകത്ത് ഒരുപാട് പോയിന്റുകളുണ്ട്, ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പോൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുണ്ടാകുക. നല്ല മഴ തന്നെയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ കുരുട്ട് എന്ന് പറയുന്ന പോലത്തെ മഴ, അത്രയ്ക്ക് തകർപ്പം മഴയാണ്. മേലേക്ക് പോവാം, ക്യാമറ അകത്ത് വെക്കട്ടെ, അധികം തന്നെ നടക്കൂല. നടന്ന് പോവുക. നല്ല വെള്ളക്കെട്ട് പോലെയൊക്കെ ഉണ്ട്. ഇതിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോക്കാം. ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നും കറക്റ്റൊന്നും അറിയില്ല. ഈ ലൂയിസ് പോയിന്റിലേക്ക് പോകുന്ന വഴിയാട്ടെ ഇത്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഹണിമൂൺ പോയിന്റ് എന്നുള്ള പറഞ്ഞിട്ട് ഓരോ സ്പോട്ടുണ്ട്. ഇത് കുറേ സ്പോട്ടുണ്ട്, ഒരു 10 കുറേ ഉണ്ടെന്നും 10-20 പോരാ, ഇതിൻ്റെ മേലെയുള്ള സ്പോട്ട് ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയുള്ള ഹണിമൂൺ പോയിന്റിലേക്ക് നമുക്കൊന്ന് പോകുന്നു. ഓരോന്ന് കാണാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾ സ്പോട്ടിൻ്റെ എണ്ണം നോക്കണ്ട, സ്പോട്ടും നോക്കണ്ട. നമ്മളീ പോകുന്ന ഈ വഴിയും ആ സമയത്തുള്ള ഈ ആസ്വദിക്കുക, ഇതെല്ലാം തന്നെ കിട്ടുക ആ ഒരു വൈബാണ്. എന്താ കാടിനടിയിലൂടെ ഉള്ള ഒരു നടത്തം. മേലേക്ക് ഞാൻ അധികം ഷൂട്ട് ചെയ്യില്ല, കാരണം അന്നേരം വെള്ളം കയറും, പിന്നെ വിഷ്വൽസ് ഒന്നും ക്ലിയർ ആവില്ല. ഹണിമൂൺ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു ഹണിമൂൺ പോയിന്റ് പോയി വരുന്നത്. ചോദിക്കണ്ട ഡീറ്റ്. പൊടിയാണ്. ഇവിടെ ഞാൻ പറയില്ലേ, കാഴ്ചകളെന്ന് പറയാൻ ഒന്നുമില്ല. കോടേനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഒരു ടൈമിലേക്ക് നമുക്ക് കോട ഇങ്ങനെ മാറിക്കിട്ടും. ആ സമയത്ത് കണ്ടോളാം. കാറ്റടിച്ച് കയറുന്ന ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ കണ്ടുകൊണ്ട് മെല്ലെ ഇങ്ങനെ പോക്കാം. ഇവിടെ അങ്ങനെ ഇൻ്റർലോക്ക് ഇട്ട സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല, താഴെ മണലാണ്. അത് ചളിയോ അങ്ങനെ വലിയ ചളിയൊന്നുമില്ല. ആ വെള്ളത്തിൻ്റെ ചളി നോക്കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലൂയിസ് പോയിന്റിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തിരക്കും ഇല്ലാണ്ട് വന്ന് നിൽക്കേണ്ട സ്ഥലം. റേഞ്ച് കാര്യങ്ങളൊന്നും ഈ ഭാഗത്തേക്കൊന്നും കിട്ടില്ല കേട്ടോ. പക്ഷേ മത്തേരാൻ ടൗണിലെത്തുമ്പോൾ നമുക്ക് റേഞ്ച് അത്യാവശ്യം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നടന്ന് ഞാൻ ഈ പറഞ്ഞ ലൂയിസ് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേട്ടാ. ഓക്കെ, ഇതാണൊരു ഏരിയ. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് പോയി നോക്കാം. കുതിരകളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ശരി, നല്ല ഗ്രൗണ്ട് പോലത്തെ ഒരു ഏരിയ ആയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇവിടെ നല്ല വ്യൂ ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷേ എല്ലാവിടെ ഉള്ള പോലെ തന്നെ നല്ല കോടയാണ്. വ്യൂ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ മോനെ നോക്കിയ നിങ്ങൾ, കാറ്റടിച്ചങ്ങ് കയറുന്നുണ്ട്. കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റ്. ചെറിയ ചാറ്റ് മഴ. ഞാനിവിടെ ഒറ്റക്കുണ്ട്, വേറൊരാളുണ്ട്. ഇതെല്ലാം കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പുറക്കുത്തിരിനെ കൊണ്ടൊന്നും കാര്യമില്ല. ഇറങ്ങിക്കോ. മൺസൂൺ ടൈമിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു കിട്ടില്ല സ്പോട്ട് തന്നെയാണ് മത്തേരാന്ന് പറയുന്നത്. വല്ലാണ്ട് ഇഷ്ടമായിട്ടോ, വല്ലാണ്ട് ഇഷ്ടം. അമ്മാതിരി ഇഷ്ടപ്പെട്ടു പോയി. ഇവിടുന്ന് പോകാൻ തോന്നുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. അപ്പോൾ ചങ്ങായിമാരെ കുറേ നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തേട്ടാ.
കോട പോയി കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല, കോടയൊന്നും പോകുന്നില്ല. ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ, മഴയും കൊണ്ട് കാറ്റും കൊണ്ട് കുറേ നേരം ഇവിടെ ഇരുന്ന്. ഇനി നമുക്ക് നേരെ നമ്മളെ മാർക്കറ്റ് സൈഡിലേക്ക് തന്നെ പോകാം. കാരണം നല്ല വിശപ്പുണ്ട്, ഇപ്പോൾ ഫുഡ് കഴിക്കണം. കുറേ നേരം ഇവിടെ ഇരുന്ന് എന്താ പറയുക, പോകാനേ തോന്നുന്നില്ല. എന്നാലും പോകുക തന്നെ, അടുത്ത സ്പോട്ട് നോക്കിയിട്ട് നമുക്ക് പോവാം. കുറേ ടൈമായിട്ട് ഇവിടെ ആ ഫോഗും മാറുന്നില്ല, മഴയും മാറുന്നില്ല, കാറ്റും മാറുന്നില്ല. നേരെ പോയി നമുക്ക് ഫുഡ് കഴിക്കാം. ലൂയിസ് പോയിന്റിൽ നിന്ന് തിരികെ പോക്കാണ് കേട്ടോ. നല്ല കാറ്റിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, തനിച്ചാ ഉള്ളത്, വേറെ ആരെയും അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നും കാണില്ല. ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ട ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, അതല്ലാണ്ട് വേറെ ആരുമില്ല. ജുനൈദും റബാവും അങ്ങ് എവിടെയോ ഉള്ളത്. അവരെ വിളിക്കാൻ വേണ്ടി ഒരു നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കുഴപ്പമില്ല, സോളോ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിൽ വേറൊരു ഫീലുണ്ട്. ഒറ്റപ്പെട്ട യാത്ര. ഇപ്പോ കൊടുങ്കാറ്റെങ്ങാനും അടിക്കുന്നുണ്ട്. കാറ്റ് നോക്കിയ കാറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചാറ് കാറ്റ്. ചില സമയത്ത് പേടിയാന്ന് കേട്ടാ. നമ്മൾ തിരിച്ച് മത്തേരാൻ്റെ ഇവിടെ തന്നെ എത്തി കേട്ടോ. ഇവിടെ എത്തിയ സമയത്ത് എന്താ ഇവിടെ ടോയ് ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ചെറിയൊരു വിഷ്വൽ കാണാൻ ഞങ്ങൾക്ക്. ഇതാണ് ടോയ് ട്രെയിൻ. ഇതിലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ആ സ്റ്റോപ്പിന് വരുന്നതിനോ അമാൽ ലോഡ്ജ്. അമാൽ ലോഡ്ജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടി ആട്ടെ ഇത്. ടോയ് ട്രെയിൻ ഇതിലെ ഒന്ന് പറ്റുകയാണെങ്കിൽ നാളെ പോവാം. ഇങ്ങനെ പോവുക, ഇനി നല്ല നടക്കുന്നതല്ലേ. മത്തേരാൻ നേരൽ. ഈ നേരൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നമ്മൾ ഇന്നലെ ആദ്യം കണ്ടേ അവിടെ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പം നേരലിന് അമാൽ ലോഡ്ജിലേക്ക് ഇതില്ല, പോകുന്നില്ല. വണ്ടി സർവീസ് ഇല്ല. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സർവീസ് ഇല്ല എന്ന് പറഞ്ഞു. സോ ഇവർ ഇവിടെ വെച്ചിട്ട്, അതായത് അമാൽ ലോഡ്ജിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇപ്പം വണ്ടി പുറപ്പെടുന്നത് കേട്ടോ. ഈ റൂട്ടിലേക്ക് മാത്രമേ ഉള്ളൂ. ആണ് നമ്മൾ ഊട്ടിയിലുള്ള പോലത്തെ ഒരു ടോയ് ട്രെയിൻ, അങ്ങനെ പറയാം. വിശന്ന് കുടലെത്തിയിട്ടാ. എന്നിട്ട് ലാസ്റ്റ് അവർ എന്തോ നടത്തത്തിനിടയിൽ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഒരു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ, ഒരു വെറൈറ്റിയാണ് കാണുന്നത്. കഴിച്ചു നോക്കാം, എന്നിട്ട് മനസ്സിലാവും അങ്ങനെയുണ്ട്. വെറൈറ്റി ആണ് കേട്ടോ, മോശമില്ല. ഞാൻ എൻ്റെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ കേട്ടോ. ഭക്ഷണം കഴിച്ച് മോശമില്ല, നല്ല ഫുഡാണ്. ഇവിടുത്തെ ഒരു ഹക്കീംസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ ഇന്നലെ എടുത്ത റൂം ഇന്ന് രാവിലെ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്ന്. സോ നമ്മൾ വേറെ റൂം ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതും റബാവും കൂടി എടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ നേരെ അവിടത്തേക്ക് പോക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രിയിലുള്ള മത്തേരാനുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മത്തേരാനിലുള്ള നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ആസ്വദിക്കാം. ഓക്കെ, ഇത് നമ്മളെ മത്തേരാനിലുള്ള റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. ഇത് ഇവിടുന്ന് ടോയ് ട്രെയിന് പോകാൻ വേണ്ടി പോക്കണം. മത്തേരാൻ നമുക്ക് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ നാളെ ടോയ് ട്രെയിന് പോവാം. പക്ഷെ ഉറപ്പില്ല, കാരണം വളരെ പതിയാണ് പോകുന്നത്. ഇത് നടന്നിട്ട് പോയാലും അങ്ങ് എത്തും. പോകുന്ന സമയത്ത് കുറച്ച് കാഴ്ചകളൊക്കെ വേറെ കാണാനുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇതിൽ പോകുള്ളൂ. കഴിയില്ല, നോക്കാം.